ഇതെങ്ങനെയുണ്ട് ഈ നറൂട്ടോന്റെ പൂച്ചനെ പിടിച്ചിട്ടുള്ള ജിബ്ലി ഇമേജ്? ഇപ്പാട് നോക്കിയാലും നമ്മളെ റീൽസ് മുഴുവൻ ജിബ്ലി ഇമേജ് അല്ലേ? അപ്പോ ഏകദേശം ഇന്ന് വൈകുന്നേരം ആയപ്പോ ഞാനും അനിയനും വെക്കേഷനല്ലേ, ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്ന. പുറത്തു പോകാനാണെങ്കിൽ നോക്കിയപ്പോ ഉടുക്കത്തെ മഴ പുറത്തിറങ്ങിയപ്പോ. അന്നേരത്ത് അല്ല അനിയനാണ് ഇപ്പൊ എന്താ പറയാ ആനിമ എന്നൊരു സംഭവം ഇല്ലേ, അതിങ്ങനെ നോക്കലുണ്ട്. അതിനോട് റിലേറ്റഡ് അല്ലേ ഈ ജിബ്ലി ഇമേജ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങള്. അപ്പോ അന്നേരത്തെ വിചാരിച്ച സാധന ഇതൊന്ന് ചെയ്തു നോക്കണമെന്ന്. അപ്പോ ഏകദേശം ഈ വൈകുന്നേരം ആയപ്പോ ഓന് വെറുതെ എന്താ പറയാ ChatGPT-യില് ഒന്ന് അടിച്ചു നോക്കി. അത് എന്ത് ചെയ്തിട്ട് ChatGPT-നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ജിബ്ലി ഇമേജ് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പൊ അത് തന്നെ ChatGPT ചെയ്തെന്ന്. ശരിക്കും പറഞ്ഞാല് ഞാനിത് 3 ദിവസമായി ചെയ്ത് നോക്കുന്നത്, സംഭവം നടക്കുന്നില്ല. കാരണം എന്താ, ഇത് ഈ ChatGPT-നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, ഈസി ആയിട്ട് നമുക്ക് 3-ൽ കൂടുതലും എന്താ പറയാ ജിബ്ലി ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ റീൽസിലെല്ലാം കാണുമ്പോൾ എല്ലാവരും പറയുന്ന 3 ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒന്നല്ല, നിങ്ങൾ ഒന്ന് ChatGPT-നെ അപ്ഡേറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ തന്നെ ഞാനിപ്പോ 7 ചിത്രങ്ങൾ ചെയ്ത്. സിമ്പിളാ, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇഷ്ടമുണ്ടെങ്കില്. ഇപ്പൊ ഈ പ്രൊഫൈലെല്ലാം ഫുള്ള് ജിബ്ലി ഇമേജ് അല്ലേ, നല്ല കോമഡി ആവും ചില ചിത്രങ്ങള്, 2 കൈയെല്ലാം വരും. നിങ്ങൾ ചെയ്ത് നോക്ക്, ചിലപ്പോ റോങ് ആവും. അത് പിന്നെ ഒന്നും കൂടി അതേ ചിത്രം തന്നെ ചെയ്തു തരും ചോദിച്ചാൽ ChatGPT ശരിയായിട്ട്. ഇത് പിന്നെ ഞങ്ങൾ കുറെ ചിത്രങ്ങൾ ചെയ്തിന്, അതിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ എന്റെ ഹനിയോ സ്പൈഡർമാന്റെ ചിത്രം എടുത്തതാ, വാൾപേപ്പർ ആക്കാം. അത് പോട്ടെ. എന്നിട്ട് ഇതെല്ലാം ചിത്രങ്ങള് എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? പിന്നെ ഒരു കാര്യം, ഈ നമ്മുടെ ക്യാമറ വലിയ പോരാ, അതുകൊണ്ട് ചിലപ്പോ സ്റ്റെക്ക് ആവുന്നുണ്ടാവും. നമ്മള് ക്യാമറ അധികം അടിപൊളി ക്യാമറ ഒന്നല്ല, വ്ളോഗിങ്ങിനായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പറ്റുന്നത്ര നല്ല രീതിയിൽ ശ്രമിക്കുന്നതാ. അവിടെ നല്ല ഷേക്കിംഗ് ഉണ്ടാവും ക്യാമറ. ഇൻഷാ അല്ലാഹ് അത് എന്താ പറയാ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാ ക്യാമറ ഒരിക്കല്. നമ്മൾ നന്നാവട്ടെ. ഇതെല്ലാം നമ്മളെടുത്ത ചിത്രങ്ങൾ. ഇതില് പല സംഭവങ്ങളുണ്ട്. ആദ്യമായിട്ട് ട്രെയിനിൽ ഞാൻ വ്ളോഗ് എടുത്തപ്പോഴല്ല, പിന്നെ എന്റെ അനിയനെ തന്നെ നറൂട്ടോ എന്നെ പോലെ ആക്കിയിട്ട് പൂച്ചനെ കൈമ കൊടുത്ത്. എനിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറഞ്ഞാൽ ഈ നറൂട്ടോ കൈമേല് പൂച്ചനെ കൊടുത്ത്. ഈ സംഭവം ഞാന് നമ്മുടെ കുടുംബത്തിന്റെ വീട്ടിൽ പോയിനേനു. അന്നേരത്തെ എന്റെ അനിയന അവിടെ ഒരു പൂച്ച ഉണ്ട്, ടോം എന്നാ പേര്. ആ പൂച്ചനെ കൈമ കൊടുത്തൊരു പിക്ചർ എടുത്തിനേനു. അപ്പോ ഞാനത് വേഗം എന്താ പറയാ സാധാരണ ജിബ്ലി ഇമേജിലേക്ക് മാറ്റി. അപ്പൊ എന്റെ അനിയന അത് ഞാൻ നറൂട്ടോനെ പോലെ, കാരണം എനിക്ക് ആനിമ എന്നുള്ള സംഭവം ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കായിട്ട് ഇത് എങ്ങനെ ജിബ്ലി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരണ? അങ്ങനെയാണ് താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബൈ.